ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ആണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പലഹാരമാണ്. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പോളം ഗോതമ്പ് പൊടിയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി കൂടി മയം കിട്ടാനായിട്ട് അതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഒരു 10 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മാവ് നല്ല മയമായിട്ടുണ്ട്. ഇനി നമുക്കിത് മാക്സിമം വലിയ ഉരുളകളാക്കി മാറ്റണം. കാരണം ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്നത് പോലെയല്ല കേട്ടോ, ആ സൈസിലല്ല നമ്മൾ പരത്തിയെടുക്കേണ്ടത്. എത്രത്തോളം വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കാവോ അത്രത്തോളം മാക്സിമം നമ്മൾ വട്ടത്തിൽ ഇത് പരത്തിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു കട്ടി വേണം കേട്ടോ, തീരെ നൈസായിട്ട് നമ്മൾ പരത്തിയെടുക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ട് ചെറിയ ഒരു കട്ടിയിൽ നമ്മളിത് പരത്തണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നീളത്തിൽ സ്ട്രിപ്സുകളായിട്ട് മുറിച്ചിട്ട് പിന്നെ അത് ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല നമ്മൾ ഡയമണ്ട് ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് മുറിക്കാം. എന്നിട്ട് ഇത് നമ്മൾ മാറ്റിയിടുക വേറെ പാത്രത്തിലേക്ക്. അങ്ങനെ മാറ്റിയിടുമ്പം ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഓരോ തവണ ഇടുമ്പോഴും അതിന്റെ പൊക്കത്തേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തടവി കൊടുത്താൽ മതി, അല്ലെങ്കിൽ വിതറി കൊടുത്താലും മതി. ഇനി നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ പാൻ ആണേലും മതി, അത് ചൂടാക്കാൻ വെച്ച് അതിലേക്ക് പാകത്തിന് എണ്ണ ഒഴിച്ച്, ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ സ്ട്രിപ്സുകളെല്ലാം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പാകം എന്ന് പറയുന്നത് നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. ചെറുതായിട്ട് പൊങ്ങി വരുമ്പോൾ തന്നെ വറുത്ത് കോരി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു തണുത്തതുപോലെ നമുക്ക് തോന്നും. ഇപ്പൊ ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആകുന്നത് വരെ വറുത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇത് ഒടിച്ചെടുക്കാൻ പാകത്തിന് നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അത്രയും പാകത്തിൽ നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ പൊങ്ങി വരാനായിട്ട്. നോർമൽ ചപ്പാത്തി മാവ് അതുപോലെ തന്നെ ഉപ്പ് ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പൊ ഏതാണ്ട് നമ്മുടെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് കോരി ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരുപോലെ ബാക്കിയുള്ളത് നമ്മൾ വറുത്തെടുക്കണം. അതും അതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്ത്. ഇപ്പൊ നല്ല ചൂടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റോളം നമ്മളൊന്ന് തണുക്കാനായിട്ട് വെക്കണം. കാരണം ചിലത് നമുക്ക് മൂക്കാത്തതുപോലെ തോന്നും, അത് ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ പിന്നെ മൂത്തോളും. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ. ഒരു ഉണ്ട ശർക്കര മാക്സിമം നമുക്ക് മതിയാവും. ഞാൻ ഒരുണ്ട ശർക്കര പൊടിച്ചെടുത്തേക്കുവാണ്. അത് ഉടച്ച് എടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 സ്പൂൺ വെള്ളം ചേർത്താൽ മതി കേട്ടോ. വെള്ളം ചേർത്ത് നല്ലതുപോലെ ചൂടാക്കി വറ്റിച്ചെടുക്കണം. നല്ല കുറുകി ശർക്കര വരും. ആ സമയത്തേക്ക് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട പൊടികൾ തയ്യാറാക്കണം. 2 കഷ്ണം ചുക്കും, 1 സ്പൂൺ നല്ല ജീരകവും, 1 സ്പൂൺ ഏലക്കയും, അതുപോലെ 2 സ്പൂണോളം പഞ്ചസാരയും നമ്മൾ ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുറുകി വന്ന ശർക്കരയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും കേട്ടോ. ഈ സമയമാകുമ്പോഴത്തേക്കും ശർക്കരയുടെ കളറൊക്കെ മാറി ഒരു ക്രീം കളറിലേക്ക് വരും. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്ട്രിപ്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറു തീയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഒട്ടിപ്പിടിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ബാക്കി വന്നിരിക്കുന്ന നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ജീരകം എല്ലാം ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ആ സമയമാകുമ്പോൾ മൂക്കാത്തതുപോലെയൊക്കെ നമുക്ക് തോന്നും, എന്നാലും കുഴപ്പമില്ല. ഒരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നല്ലതുപോലെ നമുക്ക് മൂത്ത് കിട്ടും. കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതിന്റെ കളറ് മാറി വേറൊരു കളറിലേക്ക് വരും കേട്ടോ. ഇപ്പൊ ഏകദേശം ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടർത്തി ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം. ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലതുപോലെ ടൈറ്റായിട്ട് നല്ലതുപോലെ മൂത്ത് നമുക്കിത് കിട്ടും. ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക്